നമുക്കൊരു സിറം ആപ്ലിക്കേഷൻ കണ്ടാലോ. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ 2% ആൽഫ ആർബുട്ടിൻ ആൻഡ് 5% നിയാസിനമൈഡ്സറാണ്. സിറം ആപ്ലിക്കേഷൻ തൊട്ട് മുമ്പ് ഫേസ് നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ചെയ്യണമായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഫേസ് മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് കമ്പൽസറി ആണ്. ഡ്രൈ സ്കിന്നിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അബ്സോർബേഷൻ ശരിക്കും നടക്കില്ല. നോർമലി ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 90 ഡേയ്സ് ആയിട്ടുണ്ട് ഈ സിറം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. സെക്കൻഡ് ബോട്ടിലാണ്. എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾ മാർക്സും ഫെയ്ഡ് ആവുന്നുണ്ട്. സ്കിന്ന് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം എൻ്റെ സെൻസിറ്റീവ് ഡ്രൈ സ്കിന്നാണ്. നിങ്ങൾ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് വേണം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഫേസിൽ യൂസ് ചെയ്യാൻ. ഐ എം നോട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് റിയാക്ഷൻ വരില്ല എന്നറിയില്ല. കാരണം എൻ്റെ നെറ്റ് ഇപ്പോൾ ഒരു 4 കുരു വന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. നല്ല രീതിയിൽ പണി കിട്ടി. അപ്പോൾ അതുപോലെ പണി കിട്ടാതിരിക്കാൻ നിങ്ങൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആകുമ്പോൾ പാച്ച് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. ഈ പ്രൊഡക്റ്റ് എനിക്ക് വളരെ സേഫായി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യരുത്. യൂസ് ചെയ്യാൻ മറക്കും.